കണ്ണൊന്നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളേ. ഉദ്ഘാടനത്തിന് അപ്പൂപ്പൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി. കുറേ നേരം കാത്തിരുന്ന് പിന്നെ വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കുറേ സങ്കടമായി. പൊള്ളാതിങ്കാവിളോരത്തോ സ്നേഹത്തിൻ തുണക്കുഴിയോ. നല്ല രീതിയിലാണ് എഴുതിയ. അതിനകത്ത് ആദ്യം എഴുതിയ കത്തിനകത്ത് രാഷ്ട്രീയക്കാരനാവണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എഴുതിയപ്പോൾ അതൊന്നും വന്നില്ല. മോന് പഠിച്ചിട്ട് ആരാകണമെന്നാ ഇഷ്ടം? മന്ത്രി. രാവിലെ ഇത് പത്രത്തിൽ വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. ടീച്ചർ പറഞ്ഞിട്ട് മന്ത്രി വന്നില്ലല്ലോ, ഞങ്ങൾ ഒരുങ്ങി വന്നതല്ലേ എന്ന് പറഞ്ഞത്. അപ്പം സങ്കടം മാറാനായിട്ട് കത്തെഴുതിച്ചതാണ്. അവൻ്റെ മോൻ്റെ ഈ കുഞ്ഞു മനസ്സിൽ ഇങ്ങനൊരു മന്ത്രിയുടെ വരവിനെ കാത്തിരുന്ന അവൻ്റെ മനസ്സിലൊരു വേദന ഉണ്ടായപ്പോഴേ അങ്ങനെ ഒരു കത്തെഴുതിയത് അപൂർവം. ഇങ്ങനെ സാധിക്കത്തില്ല ഒരു കുട്ടികൾക്കും. മന്ത്രി അപ്പൂപ്പൻ ഇനി പറ്റിക്കരുത്. കൊച്ചിനോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടേ വരണം. നമസ്കാരം. കെട്ടിട ഉദ്ഘാടനത്തിനായി എത്തുമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി എത്താതിരുന്നതിനെ തുടർന്ന് തൻ്റെ വിഷമം ഒരു കത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഒരു 1-ാം ക്ലാസ്സുകാരനാണ്. കുറുങ്ങപ്പള്ളി ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ദേവനാഥായിരുന്നു ആ കത്ത് പങ്കുവച്ചത്. അത് ക്ലാസ് ടീച്ചറായ ശ്യാമയ്ക്ക് നൽകുകയും ശ്യാമ അത് സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് പങ്കുവയ്ക്കുകയുമായിരുന്നു. തുടർന്ന് മറുനാടൻ ഇത് വാർത്തയാക്കി. തൊട്ടു പിന്നാലെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത ചെയ്തു. അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടി തൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി. ഉടനെ തന്നെ ദേവനാഥിനെ കാണാൻ വരുന്നുണ്ട് എന്നായിരുന്നു. ആ കത്ത് ഇങ്ങനെയായിരുന്നു ദേവനാഥ് എഴുതിയത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പന്, ഞാൻ GWLPSലെ 1-ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഇന്നലെ ഞങ്ങളുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരാം എന്ന് പറഞ്ഞിട്ട് വരാത്തതിൽ ഞങ്ങൾക്ക് വിഷമമായിരുന്നു. ഞങ്ങൾ റോസാപ്പൂവും മുണ്ടും ജുബ്ബയും ഇട്ട് കുറേ നേരം കാത്തിരുന്നു. TV-യിൽ കാണുന്ന അപ്പൂപ്പൻ സ്കൂളിൽ വരുമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. മിനിമോൾ നിസാം ആൻറ്റി പ്രസംഗിച്ചപ്പോൾ അപ്പൂപ്പൻ വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഒത്തിരി സങ്കടമായി. ഞങ്ങളുടെ വീടിനടുത്തുള്ള മാമന്മാർ എന്നെ കളിയാക്കി. അതുകൊണ്ട് ഇനി എന്നെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ വരണേ. ദേവനാഥ്, 1-ാം ക്ലാസ്, GWLPS KS പുരം എന്നായിരുന്നു ആ കത്ത്. സോഷ്യൽ മീഡിയയിൽ വളരെ വേഗമാണത് വൈറലായത്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി അതിന് മറുപടി നൽകി. ഇന്ന് മറുനാടനൊപ്പം ആ 1-ാം ക്ലാസ്സുകാരനായ ദേവനാഥ് ചേരുകയാണ്. നമസ്കാരം ദേവനാഥേ. നമസ്കാരം. എന്താണ് ഇങ്ങനെ ഒരു കത്തെഴുതാൻ ഇടയായ സാഹചര്യം? ശ്യാമ ടീച്ചർ പറഞ്ഞ് മന്ത്രി വരാത്തത് കൊണ്ട് മന്ത്രി അപ്പൂപ്പൻ ഒരു കത്തെഴുതാൻ എഴുതിയതാ. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിന്നും തുങ്കമാവാരിഞ്ചോട്ടിൽ ആണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാത്തു കരഞ്ഞ കരിവാനം ഇന്നിതാ ചിരിക്കുന്നു പാലൊളി ചെയ്താറുന്നു. മുൾച്ചെടി തലപ്പിത്തും പുഞ്ചിരി വിരിയാറുൺ അച്ചെറു പൂന്തോപ്പിലെ പനി നീരുരയുന്നു. മധുവിൻ മുത്താൽ പാറി മുളുന്നു മധുപങ്ങൾ. മധുരാമി ജീവിതം ചെറുതാണെന്നാലും ആരല്ലെനും ഗുരുനാഥ പാതിരിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ സ്കൂളിലെ ഉദ്ഘാടനത്തിന് അപ്പൂപ്പൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി. പിന്നെ ഞങ്ങൾ മുണ്ടും ജുബയൊക്കെ എടുത്ത് റോസാപ്പൂവൊക്കെ കൈവച്ച് കുറേ നേരം കാത്തിരുന്ന് പിന്നെ വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കുറേ സങ്കടമായി. മന്ത്രി അപ്പൂപ്പനെ കാത്തു നിന്നത് എങ്ങനെയായിരുന്നു? മുണ്ടൊക്കെ എടുത്തിട്ടായിരുന്നു? വേഷം എങ്ങനെയായിരുന്നു പറഞ്ഞു? മുണ്ട് എടുത്ത് ജുബ എടുത്ത് പൂ ഉണ്ടായിരുന്നു, റോസാപ്പൂ. പിന്നെ ടീച്ചർ പറഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോൾ ഈ അപ്പൂപ്പൻ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരുമെന്ന്. അപ്പോൾ വന്നില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കത്തെഴുതാം. അപ്പോൾ എഴുതിയതാ. ആരാ ഈ കത്തെഴുതാൻ പഠിപ്പിച്ചേ? അപ്പോൾ ഒരു ജഗ്ഗു അമ്മയെ കാണുമെന്ന് പറയുന്ന ഒരു പാഠമായിരുന്നു കത്തെഴുതുന്നത്. ആ പാഠത്തെ ടീച്ചറാ പഠിപ്പിച്ചത്. അപ്പോൾ അതിനകത്ത് ഈ കത്തെഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണോ മോനി ഈ കത്തെഴുതുന്നത്? ആദ്യമായിട്ടല്ല. ടീച്ചർ ഒരു ദിവസം പറഞ്ഞ അമ്മയെക്കുറിച്ചും പിന്നെ
എന്തുവാ ഏതെങ്കിലും ആൾക്കാരെ കുറിച്ച് എഴുതാനപ്പോൾ എഴുതി. അന്ന് എന്തായിരുന്നു ആ കത്തിൽ മോൻ പറഞ്ഞ അമ്മയെ പറ്റിയിട്ടുള്ള കത്ത്? എൻ്റെ അമ്മയ്ക്ക് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, അമ്മ ഇപ്പം എവിടെയാണ്, ഇത്ര. അങ്ങനെയൊക്കെയാണ് മോൻ ആദ്യമായിട്ട് ഒരു കത്ത് എഴുതുന്നത് അല്ലേ? ആ അതിനുശേഷം പിന്നെ ഈ മന്ത്രി അപ്പൂപ്പനാണ് ഇത്രയും വലിയൊരു കത്ത് എഴുതുന്നത്. ആ അപ്പം മന്ത്രി അപ്പൂപ്പനോട് എന്താ പറയാനുള്ളത്? എനിക്ക് മന്ത്രി അപ്പൂപ്പൻ ഇനി പറ്റിക്കരുത്, ഇനി വരാന്ന് പറഞ്ഞ്, പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ഇനി വരത്തില്ല, ഇനി പറ്റിക്കില്ലേ. അത് മാത്രമേ ഉള്ളൂ അപ്പൂപ്പനോട് പറയാൻ. ആ ഒത്തിരി ഇഷ്ടം അപ്പൂപ്പനെ അല്ലേ? ആ അടിപൊളി. മോന് പഠിച്ചിട്ട് ആരാകണമെന്നാ ഇഷ്ടം? മന്ത്രിയാണോ? എന്താ മന്ത്രിയാവണമെന്ന് ഇത്ര വലിയ ആഗ്രഹം? ഈ വിദ്യാഭ്യാസമൊക്കെ നോക്കുന്നത്. മിടുക്കനാണല്ലോ. അപ്പോൾ നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രിയെ പോലെ തന്നെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആവണമെന്നാണ് ദേവനാഥിൻ്റെയും ആഗ്രഹം. പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നര ചെമ്പകപ്പൂ മലരേ, എൻ്റെ ചെമ്പകപ്പൂ മലരേ, കണ്ണൊന്നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളേ, കണ്ണൊന്നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളേ, തക്കാളിച്ചോ പൊള്ളാനിങ്കാവിളോരത്തോ സ്നേഹത്തിൻ തുണക്കുഴിയോ, തക്കാളിച്ചോ പുള്ളാനിങ്കാവിളോരത്തോ സ്നേഹത്തിൻ തുണക്കുഴിയോ, നിന്നെ കുറിച്ചൊന്നു പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ, നിന്നെ കുറിച്ചൊന്നു പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ. ദേവനാഥിൻ്റെ അമ്മയും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, മോൻ ഇങ്ങനെ ഒരു കത്തെഴുതി, പിന്നീട് സംഭവിച്ചതൊക്കെ എന്താണ്? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ ഈ ജഗ്ഗുവിൻ്റെ പാഠം പഠിച്ചപ്പോഴായിരുന്നു കത്തെഴുതുന്നൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പം അന്നൊന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗം ഞാൻ വന്ന് വൈകിട്ട് നോക്കിയിട്ട് അത് പഠിപ്പിക്കുമായിരുന്നു. അന്നേരം ഇവിടെ വെച്ച് എഴുതിച്ചപ്പോൾ ആ ജഗ്ഗുവിന് അമ്മയ്ക്ക് എഴുതുന്നതായിട്ട് അവൻ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം പിറ്റേന്ന് പിന്നെ സ്കൂളിൽ ചെന്നപ്പോൾ ശ്യാമ ടീച്ചർ പറഞ്ഞ് എല്ലാവരും ഇന്നലെ മന്ത്രി വന്നില്ലല്ലോ, അതിൻ്റെ ഖേദം പ്രകടിപ്പിക്കാൻ ഒരു കത്തെഴുതാൻ പറഞ്ഞു. അപ്പോൾ അത് നോട്ട്ബുക്കിലാണ് എഴുതിയത്. നോട്ട്ബുക്കിൽ എഴുതിയപ്പോൾ ഇച്ചിരി അക്ഷരത്തെറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് അവന് ടീച്ചർ തിരുത്തി എല്ലാം കൊടുത്ത് വീട്ടിൽ വന്നിട്ട് കത്തെഴുതുന്ന മോഡലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, പ്ലേസും ഡേറ്റും ഒക്കെ ഇടുന്നതൊക്കെ പറഞ്ഞു കൊടുത്ത്. അല്ല മന്ത്രിക്കായിട്ട് നമ്മൾ കത്തെഴുതിച്ചില്ല, അല്ലാതെ എഴുതിച്ച്. ടീച്ചർ പിറ്റേന്ന് ചെന്നപ്പോൾ പറഞ്ഞ് ഇതേപോണക്ക് പിന്നെ എല്ലാവരും എഴുതാൻ പറഞ്ഞ്, ആകപ്പാട് കുറച്ച് കുട്ടികളെ ഉള്ളൂ ആ സ്കൂളിൽ. എഴുതാൻ പറഞ്ഞപ്പം മോനോട് അന്നേരം എല്ലാവരും എഴുതി. പക്ഷേ ഇവൻ ഇച്ചിരി ഒരു നല്ല രീതിയിലാണ് എഴുതിയത്. അതിനകത്ത് ആദ്യം എഴുതിയ കത്തിനകത്ത് രാഷ്ട്രീയക്കാരനാവണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എഴുതിയപ്പോൾ അതൊന്നും വന്നില്ല. പിന്നെ പിള്ളേർ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു വിദ്യാഭ്യാസം. എല്ലാവരും നാട്ടുകാരും മൊത്തം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു മന്ത്രി വരുന്നത്. ഞാൻ SMCയിലൊക്കെ ഉണ്ട് സ്കൂളിൻ്റെ. അപ്പോൾ എല്ലാവരും ഒത്തിരി ആഗ്രഹിച്ച കാര്യമായിരുന്നു. പക്ഷേ വന്നില്ലെന്ന് പെട്ടെന്ന് അറിയിച്ചപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമായി. വിദ്യാഭ്യാസ മന്ത്രി വരുമെന്നല്ലേ നമ്മൾ പുറത്തോട്ട് ന്യൂസ് കൊടുത്തേ, ഫ്ലെക്സൊക്കെ അടിച്ച്. അന്നേരം എല്ലാവരും വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഷോക്കായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിതൊന്നും അറിയുന്നില്ല. ഇങ്ങനെ ടീച്ചർ ക്ലാസ്സിൽ എഴുതിച്ച് കഴിഞ്ഞിട്ട് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി ഇതേപോണക്ക് ഞാൻ മോനെ കൊണ്ട് ഒരു എഴുത്ത് എഴുതിച്ച്, അത് വലിയ കുഴപ്പമില്ലായിരുന്നു, ഞാനത് ഫേസ്ബുക്കിൽ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു കൊടുത്തോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ ഇട്ട് അത് വൈറലായതിന് ശേഷം വാർത്തയൊക്കെ വന്നു. അതിനുശേഷം ആരൊക്കെ വിളിച്ചു? ഒത്തിരി ഫ്രണ്ട്സൊക്കെ വിളിച്ച്, പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ഒത്തിരി പേര് വിളിച്ച് വിഷ് ചെയ്ത്. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ വിളിച്ച്. ഞാൻ പിറ്റേന്ന് രാവിലെ ഇത് പത്രത്തിൽ വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല, ഇവിടെ മനോരമ പത്രമാണ് വരുന്നത്. പക്ഷേ എന്നെ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ്, ഇതേ ഉണക്ക് പത്രം എടുത്ത് നോക്ക്, ഇവൻ തന്നെ ആണോ അത് എഴുതിയ, ദേവനാഥൻ എന്നല്ല ഇവനെ വിളിക്കുന്നത്, കണ്ണാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കണ്ണാന്ന് അറിയാത്തതുകൊണ്ട് ആർക്കും അറിയത്തില്ല. അപ്പോൾ പിന്നെ അവൻ്റെ മാമൻ ഇതേ ഉണക്ക് പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ. അപ്പം പിന്നെ അന്നേരമാണ് എല്ലാവരും ഇത് ഇവനാന്ന് വീട്ടുകാർ പോലും അറിയുന്നത്. അങ്ങനെ രാവിലെ എല്ലാവരും വന്ന് പിന്നെ ഒത്തിരി പേര് വിളിച്ച്. പിന്നെ ഇന്ന് വേറൊരു സലീം അമ്പിത്തറയെന്ന് വന്ന സാറ് വന്ന് അനുമോദിച്ചു. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് കണ്ടിരുന്നു. കണ്ടിരുന്നു. എനിക്ക് ശ്യാമ ടീച്ചർ ഇട്ട് തന്നായിരുന്നു.
അന്നേരം ഒത്തിരി സന്തോഷമുണ്ട്. വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? മന്ത്രി വരണം, കൊച്ചിനോട് ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടേ വരണം. ഏതായാലും ഈ കത്ത് എഴുതാൻ കാരണം ശ്യാമ ടീച്ചറാണ്. ശ്യാമ ടീച്ചർ കൂടി നമ്മോടൊപ്പം ഈ അവസരത്തിൽ പങ്കുചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കത്ത് സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നത്? ക്ലാസ്സിൽ പതിവ് പോലെ ഞാൻ വന്ന് കുട്ടികളുടെ വിശേഷങ്ങൾ തിരക്കിയപ്പോഴാണ് ഇതുപോലെ സങ്കടമുണ്ട്, മന്ത്രി വരാത്തതിൽ സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു ആ സങ്കടം കത്തിലെഴുതിത്താ ടീച്ചർക്ക് മന്ത്രിക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാവരും മന്ത്രിക്ക് കത്ത് എഴുതും. അതിൽ നിന്ന് വ്യത്യസ്തമായി തോന്നിയ ഒരു കത്ത് ഞാൻ സ്കൂളിലെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുമായിരുന്നു. അങ്ങനെ ആ പോസ്റ്റ് വൈറലായി. അങ്ങനെയാണ് മന്ത്രിയുടെ അടുത്ത് എത്തുന്നത്. കുട്ടികളുടെ ആ ഒരു സങ്കടം മാറാൻ വേണ്ടി ചെയ്ത ഒരു അന്നത്തെ ദിവസം എല്ലാ കുട്ടികൾക്കും ഭയങ്കര വിഷമമായിരുന്നു. എല്ലാവർക്കും അന്നത്തെ തലേന്ന് മന്ത്രി വരുന്നില്ല എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു. കുഞ്ഞുങ്ങൾ പിറ്റേന്ന് വന്നപ്പോൾ വലിയ സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ടീച്ചർ പറഞ്ഞിട്ട് മന്ത്രി വന്നില്ലല്ലോ, ഞങ്ങൾ ഒരുങ്ങി വന്നതല്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ സങ്കടം മാറാനായിട്ട് കത്തെഴുതിച്ചതാണ്. ഈ പാഠഭാഗം പഠിപ്പിച്ചപ്പോഴാണ് ഈ കത്തെഴുതാൻ പ്രചോദനമായതെന്ന് ദേവനാഥ് പറയുന്നുണ്ട്. അതെ, ജഗ്ഗു അമ്മയെ കാണുമോ എന്ന് പറഞ്ഞൊരു പാഠഭാഗമാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ അമ്മയെ വിട്ടിട്ട് ജഗ്ഗു നാട്ടിൻപുറത്ത് വന്നിട്ട് തിരിച്ച് അമ്മയെ അടുത്ത് എത്തുമ്പോൾ നാട്ടിൽ കണ്ട കൂട്ടുകാർക്ക് കത്തെഴുതാനുള്ള ഒരു പാഠമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ആ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒന്ന് കത്തെഴുതാം, നമുക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് കത്തെഴുതാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതിയ കത്ത. വലിയ വിഷമമായി മന്ത്രിക്ക് ഒരു എഴുത്തങ്ങ് എഴുതി. നമ്മുടെ കുറുങ്ങപ്പള്ളി സ്കൂളിൽ പോലെയാണോ? അന്നേരം നമ്മൾ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഇവനല്ലേ ഓടി വന്ന് കൈ തന്ന്. അതിന്റെ ഇടയ്ക്കൂടെ മിനിമോൾ നിസാമിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തേക്കുന്നത് ഇതൊന്നും ഞാൻ കണ്ടില്ല. മന്ത്രി വരുമെന്ന് പിള്ളേരെല്ലാം വലിയ ആഗ്രഹിച്ചിരുന്ന മന്ത്രി അപ്പൊ ടിവിയിലോ കാണുമല്ലോ ശിവൻകുട്ടി സാറിന്. അപ്പം പുള്ളി വരാഞ്ഞപ്പോഴത്തേന് ഇയാൾക്ക് വിഷമമായി. അങ്ങനെ ഇയാളുടെ ഭാഷയില് മന്ത്രി അപ്പൂപ്പ എന്നും പറഞ്ഞ് വിഷമിച്ചൊരു കത്തെഴുതി. അത് ഇന്നത്തെ മനോരമയ്ക്കകത്തൊക്കെ ഉണ്ട്. അങ്ങനെ മന്ത്രി എന്നെ വിളിച്ച് പിന്നെ ഇവരൊരു എഴുത്തു അയച്ചു, ഇനി വരുമ്പോ ഇതിലെ വരുമ്പോ കാണുമെന്നും പറഞ്ഞു, വരുമെന്നും പറഞ്ഞു, സ്കൂളിൽ വരുമെന്നും പറഞ്ഞു. ഇവരെല്ലാം ആഗ്രഹിച്ച് അവിടെ കാത്തു നിന്നായിരുന്നു. പുള്ളിക്ക് എന്തോരോ കിട്ടുന്ന ഏത് പാടമായിരുന്നു വന്നില്ല. ഇനി എന്ത് കുട്ടിയോട് ആലോചിച്ചു അമ്മയ്ക്ക് ഒരു കത്തയക്കാം. അതാണ് സംഭവം. അതാ എന്റെ കാര്യം. കത്തെഴുതി കവറിലിട്ട് ഒട്ടിച്ചു. മേലുവിലാസം എന്താണ് ജഗ്ഗു. അല്ല എന്നാലും അവനാ ബുദ്ധി ആശയം തോന്നുന്നു. എന്നാലും ഇങ്ങനെ എഴുതിയതേ മന്ത്രി മാമ മന്ത്രി അപ്പൂപ്പ ഞങ്ങള് കാണണം. ജഗ്ഗുവിനെ തേടി ആരും വന്നില്ല, ഇനി എന്തു ചെയ്യും? കുട്ടികൾ ആലോചിച്ചു. എന്തായാലും ദേവനാഥിനെ കാണുവാനായി മറുനാടിന് എത്തിയപ്പോൾ കരുനാഗപ്പള്ളി MLA CR മഹേഷും കലാകാരനായിട്ടുള്ള ആദിനാട് ശശിയേട്ടനുമൊക്കെ ദേവനാഥിനെ കാണുവാനായിട്ട് എത്തി. കണ്ടിരുന്നോ ഇത്? വാർത്ത കണ്ടപ്പോഴാണോ ഇത് അറിഞ്ഞത്? അതെ അതെ, ഇന്ന് വാർത്ത കണ്ടപ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പീയൂഷനാണ് ഇത് പുറം ലോകം അറിയിച്ചത്. ഇവരൊരു പിന്നെ കഴിവല്ലൊരു വല്ലാത്തൊരു ഇതാണ്. ഒരു കൊച്ചു കുഞ്ഞല്ലേ, 1ാം ക്ലാസ്സുകാരൻ. ഇപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വർക്കിലായിരുന്നു മോൻ. അപ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം നടന്ന മന്ത്രിയെ കാത്തെല്ലാവരും നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പെട്ടെന്നൊരു അസൗകര്യം വരുന്നു. അപ്പോൾ അതിങ്ങനെ കുഞ്ഞ് മനസ്സിൽ കിടക്കുകയാണ്, കൊച്ചു കുഞ്ഞല്ലേ. അപ്പോൾ അത് തന്നെ മന്ത്രിക്ക് ഇങ്ങനെ ഒരു കത്തെഴുതാം എന്നുള്ളത് വെച്ചുകൊണ്ടാണ് എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് കത്തെഴുതാം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വർക്കായിരുന്നു. അപ്പോൾ അങ്ങനെ മന്ത്രി ഇത് കണ്ടു, മോൻ്റെ കണ്ടു. മന്ത്രി വിളിച്ചിരുന്നു, ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ ഇനി ഒരിക്കൽ മോൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ സ്കൂളിൽ വരുമെന്ന് മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്.
മന്ത്രി ഇവനൊരു കത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് ഫോണിൽ സംസാരിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പം കിട്ടുന്നില്ല. അപ്പോൾ അന്നെന്തോ പുള്ളിക്ക് അസൗകര്യമുള്ളതുകൊണ്ടാണ് വരാൻ പറ്റാൻ. എന്തായാലും ഇപ്പോൾ മോൻ കാരണം മന്ത്രി എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ഈ സ്കൂള് ഒരുപാട് പഴക്കമുള്ള സ്കൂളാണ്. 100 വർഷത്തിന് മേൽ പഴക്കമുള്ളൊരു സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ പുതിയ 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് മന്ത്രി വരാമെന്ന് പറഞ്ഞിരുന്നത്. ചേട്ടാ എന്ത് കലാകാരനാണ് ഈ കുഞ്ഞ്, 1-ാം ക്ലാസ്സുകാരനാണ്. ഇതുപോലെയൊക്കെ എഴുതാൻ നമ്മുടെ ഒന്നും സമയത്ത് പറ്റിയിട്ടില്ല. ഒരിക്കലും സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ മഹേഷ് പറഞ്ഞപ്പോഴാണ് അറിയുന്നതേ, അവൻ്റെ മോൻ്റെ ഈ കുഞ്ഞു മനസ്സിൽ ഇങ്ങനൊരു മന്ത്രിയുടെ വരവിനെ കാത്തിരുന്ന അവൻ്റെ മനസ്സിലൊരു വേദന ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു കത്തെഴുതിയത് അപൂർവം. ഇങ്ങനെ സാധിക്കത്തില്ല ഒരു കുട്ടികൾക്കും. അവൻ്റെ മനസ്സിനെ നമ്മൾ പുകഴ്ത്തുന്നു, അവനെ വാഴ്ത്തുന്നു, അവൻ നല്ലത് വരും. ഓക്കെ. ഈ കത്തെഴുതിയ കൊച്ചു മിടുക്കൻ അവൻ്റെ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കണം. അവൻ്റെ ആ ഒരു കഴിവിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. മോനെ, നല്ല മിടുക്കനായിട്ട് പഠിച്ച് വലിയൊരാളാവണം. മന്ത്രിയെക്കാളിലും മേളിൽ ഒരാളാവാൻ ശ്രമിക്കുമോ? ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുകയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.